എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിക്രം എങ്ങനെയാണ് ജയിലിലായെന്ന കാര്യം നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ സാർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ കാണാൻ വേണ്ടി ശ്രീകാര്യ ശ്രീനിവാസൻ സാറും ജോസഫ് ഏട്ടനും കൂടി ജയിലിലോട്ട് വരുന്നുണ്ട്. അവർ വിക്രത്തോട് ചോദിക്കുന്നുണ്ട്, നീ ഒരിക്കലും ഒരാളെ കൊല്ലില്ല എന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ എന്തിനാണ് നീ ഇങ്ങനൊരു കേസിൽ അകപ്പെട്ടു പോയത്? സത്യം പറ, എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിച്ച അഡ്വക്കേറ്റ് ജഡ്ജി സാറിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം ശ്രീനി സാറ് വിക്രത്തോട് ചോദിക്കുകയാണ്. വിക്രം അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. സാർ, ഞാനല്ല ചന്ദ്രശേഖരനെ വധിച്ചതെന്ന് പറയും. അന്നവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ വിക്രത്തിനോട് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വിക്രവും വേദയും കൂടി സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹത്തിന് ശേഷം ഒരു തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അവിടെ എല്ലാവരും തമ്മിൽ സന്തോഷത്തോടുകൂടെ സംസാരിച്ചിട്ട് എല്ലാവരും വേർപിരിഞ്ഞ് പോവുകയാണ്. അതിനുശേഷം വീട്ടിൽ പ്രതീക്ഷിക്കാതാണ് അന്ന് ശ്രീകാന്തും നമ്മുടെ ചന്ദ്രശേഖരനും കൂടി വീട്ടിൽ വരുന്നത്. അവർ അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവർ അനിയൻകുട്ടനെ രക്ഷിച്ചുകൊണ്ട് വേദ നേരെ ചെന്ന് ചേരുന്നത് നമ്മുടെ മേരി ചേച്ചിയുടെ വീട്ടിലാണ്. മേരി ചേച്ചിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അങ്ങോട്ട് എത്തിച്ചേരുന്ന ശ്രീകാന്തും ദർശൻ്റെ അച്ഛനും കൂടി ചേർന്ന് അവരെ അവിടുന്ന് ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരെ രക്ഷിക്കാനായിട്ട് അവിടെ സേതു വരുന്നുണ്ട്. അതിനുശേഷം അവർ അനിയൻകുട്ടനെ ചന്ദ്രശേഖരൻ വെടിവെക്കുന്നുണ്ട്. അതിനുശേഷമാണ് അനിയൻകുട്ടനെ വെടിവെക്കുന്നത് കാണുന്ന വിക്രം അനിയൻകുട്ടനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ചന്ദ്രശേഖരനെ വിക്രത്തെ തടയുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വെടിവെക്കുകയാണ്. പക്ഷേ വിക്രത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മരിക്കുന്നത് ചന്ദ്രശേഖരനാണ്. അങ്ങനെ അവിടെ നടന്ന വിവരങ്ങളെക്കുറിച്ചെല്ലാം എല്ലാ സത്യങ്ങളും വിക്രം ശ്രീനി സാറിനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രീനി സാർ പറയുന്നു, നീ അന്ന് എന്താണ് വിക്രം നീ സത്യങ്ങളൊന്നും പറയാതെ? നിനക്ക് 6 വർഷം ജയിലിൽ കിടന്നു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കും. സാർ, അത് ഞാൻ പറഞ്ഞ കാര്യമില്ല. എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ വേദയെ കണ്ടെത്തുക എന്നുള്ളതാണ്. വേദ ഇല്ലാതെ ഞാൻ നാട്ടിലോട്ട് വന്നിട്ട് എന്താ സാർ കാര്യം? പിന്നെ ആ സമയത്ത് രക്ഷപ്പെടുത്താമെന്ന് വേദയുടെ അച്ഛനും പറഞ്ഞിരുന്നു. ഞാനൊന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സാറിന് പോലും ആ സമയത്ത് വരാൻ പറ്റില്ല. ഇതിനെല്ലാം കാരണം ശ്രീകാന്താണ് സാറേ എന്നുള്ള കാര്യം ശ്രീനിവാസനോട് ജോസഫേട്ടൻ പറയുന്നു. നിന്നെ അധികം നാൾ ജയിലിൽ കിടത്താൻ പറ്റത്തില്ല. നീ എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങണം. അതിനുവേണ്ടിയിട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിക്കുമെന്ന് പറയും. എത്രയും പെട്ടെന്ന് തന്നെ ജഡ്ജി സാറിനെ കാണാം. ജഡ്ജി സാറിനെ കണ്ടിട്ട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ജഡ്ജി സാറിനെ അറിയിക്കണം. അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ എല്ലാ ക്രൂരകൃത്യങ്ങളും നമുക്ക് കൈയോടുകൂടി അവനെ ജയിലിൽ കൊണ്ടുവരണമെന്ന് പറയും. അവൻ തന്നെ ആയിരിക്കും അപ്പോൾ പുളിക്കൻ്റെയും അനിയൻകുട്ടൻ്റെയൊക്കെ മരണത്തിന് പിന്നിലെന്ന് പറയും. അതേ സാറേ, എനിക്ക് ഉറപ്പാണ് അവൻ തന്നെയാണ് അനിയൻകുട്ടനെ കൊല്ലുന്നത്. അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം അവൻ പുളിക്കനെയും കൊന്നു. തെളിവുകൾ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവനെ ജയിലാക്കണം. അതുപോലെ തന്നെ എൻ്റെ വേദ എവിടെയാണെന്ന് അറിയത്തില്ല. 6 വർഷത്തിനിടയ്ക്ക് എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ വേദയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. വേദ എവിടെയാണെന്ന് പോലും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി എനിക്ക് ആദ്യം ചെയ്യേണ്ടത് വേദ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കെല്ലാം ചെയ്യാം വിക്രം, ഞങ്ങൾ എന്തായാലും ജഡ്ജി സാറിനെ ഒന്ന് കാണട്ടെന്ന് പറയും. അങ്ങനെ ജോസഫും ശ്രീനിവാസനും കൂടി നേരെ പോകുന്നത് ജഡ്ജി സാറിനെ കാണാനാണ്. ജഡ്ജി സാറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശ്രീകാന്താണ് സാറേ ഇതിനെല്ലാം കാരണം. ശ്രീകാന്താണ് അന്ന് ചന്ദ്രശേഖരനെയും കൂട്ടിക്കൊണ്ട് വേദയും വിക്രവും താമസിക്കുന്ന ഇടുക്കി രാജാക്കാട് സ്ഥലത്തോട്ട് പോയത്. അവിടെ ചെന്ന് അവരെ അപകടപ്പെടുത്താൻ നോക്കിയ ശ്രീകാന്താണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജഡ്ജി സാറ് പറയുന്നുണ്ട്, അതേ വേദ എന്നെ അവിടെ വെച്ച് വിളിച്ചിരുന്നു. അനിയൻകുട്ടനെ ഓർമ്മ തിരിച്ചു കിട്ടിയതിന് ശേഷം പുളിക്കനെ കൊന്നത് ശ്രീകാന്താന്നുള്ള കാര്യം അനിയൻകുട്ടൻ വേദയോടും വിക്രത്തോടും പറഞ്ഞിരുന്നു. അവൻ്റെ രഹസ്യമൊഴി എടുക്കാൻ ഞാൻ പോയ സമയത്ത് പോകാനിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചെന്ന് പറയുന്നു. പക്ഷേ അവൻ വ്യക്തമായിട്ട് അവൻ പറയുന്നുണ്ട് അനിയൻകുട്ടനെ കൊന്നത് അവനാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുളിക്കൻ്റെയും വരുണിൻ്റെയും കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കും എന്ന് ചോദിക്കപ്പോൾ അതിൽ സംശയമില്ല സാറേ, അതിലും സാറിൻ്റെ മകന് നല്ല കയ്യൊപ്പുണ്ടെന്ന് പറയും. പുളിക്കനെ കൊന്നത് നേരിട്ട് കണ്ട ആളാണ് അനിയൻകുട്ടനെ അവൻ കൊന്നു. അതുപോലെ തന്നെ വരുണിനെ കൊന്നത് ആരാണെന്ന് ശ്രീകാന്ത് ആയിരിക്കുമോ? അതിലിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ലെന്ന് ചോദിക്കും. ഇതിൻ്റെ എല്ലാം വ്യക്തത നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിക്രവും വേദയും താമസിച്ച ഇടുക്കിയിലോട്ട് തന്നെ പോകണമെന്ന് പറയും. അത് ശരി, അവിടെ ആണെന്നുണ്ടെങ്കിൽ മൈക്കിൾ അച്ഛനുണ്ട്, മേരി ചേച്ചിയുണ്ട്, നമുക്ക് അവരോടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ജോസഫും ശ്രീനിവാസനും കൂടി തീരുമാനിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രാജാക്കാട് ഇടുക്കിയിലോട്ട് പോകണമെന്നുള്ളത്. അങ്ങനെ ജഡ്ജി സാറൊക്കെ പറയും ഞങ്ങൾ അവിടെ പോയി ബാക്കി കിട്ടാവുന്ന വിവരങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അങ്ങനെ അവർ നേരെ ഇടുക്കിയിലോട്ട് ചെല്ലുകയാണ്. ഇടുക്കി ചെന്ന് കഴിയുമ്പം വേദയും വിക്രവും താമസിച്ചിരുന്ന വീടിനടുത്തും മേരി ചേച്ചിയൊക്കെ കാണുന്നുണ്ട്. മേരി ചേച്ചി ഭർത്താവിനെ കാണുന്നുണ്ട്. അങ്ങനെ അവരിൽ നിന്നും കുറേ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ ഇതിൻ്റെ എല്ലാം പിന്നിൽ ജോബിയാന്ന് പറയും. ജോബിയോ? അതേ, ഞങ്ങളുടെ എസ്റ്റേറ്റിലെ മാനേജറായിരുന്നു അയാൾ. ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തരത്തില്ലായിരുന്നു. ശമ്പളം പകുതി പിടിച്ചു വെച്ചിട്ട് പകുതി ശമ്പളം അയാൾ തരത്തോളായിരുന്നു. അങ്ങനെ കൂലിയുടെ പേര് തർക്കങ്ങളൊക്കെ അങ്ങനെ വേദ ഇടപെട്ടാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കൂലിയൊക്കെ തന്നു കൊടുത്തത്. അയാളുടെ ജോലി അവിടുന്ന് ഇല്ലാതായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യം വേദയോടും വിക്രത്തോടും അയാൾക്കുണ്ടായിരുന്നു. അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള പോലീസുകാരനായിരുന്നു
സാബു എന്ന് പറയുന്നത്. അങ്ങനെ സാബുവിനെ കൂട്ടുപിടിച്ച് അയാളിൽ നിന്നാണ് അയാൾ ശ്രീകാന്തിലോട്ട് എത്തിയത്. അയാളാണ് ശ്രീകാന്തിന് വിക്രവും വേദ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം അറിയിച്ചു കൊടുത്തതെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ ചങ്ങലകളും ബന്ധിക്കുന്ന രീതിയിൽ എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നെ ശ്രീകാന്താണെന്നുള്ള വിവരം ഉൾപ്പെടെ. അങ്ങനെ അവിടെ നിന്നെല്ലാം അങ്ങനെ പിന്നെ നേരിട്ട് പോയി മൈക്കിളച്ചനെ കാണുന്നുണ്ട്. അങ്ങനെ മൈക്കിളച്ചൻ്റെ അടുത്തും മേരി ചേച്ചിയും പറയുന്നുണ്ട്, അബോധാവസ്ഥയിലായ വേദയെ അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നു, പക്ഷേ അവിടുന്ന് വേദ എങ്ങോട്ട് പോയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം മേരി ചേച്ചിയും മൈക്കിളച്ചനും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ മാനേജർ ആയിരുന്നു, ഇപ്പം സന്തോഷാണ്. സന്തോഷിൻ്റെ ശ്രീലക്ഷ്മിയുടെയും വിവാഹത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം സേതു പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പരമാവധി വേദയും വിക്രത്തെയും കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നേരെ ശ്രീനിവാസനും ജോസഫേട്ടും കൂടി വരുന്നത്. അവർ വിവരങ്ങളെല്ലാം ജഡ്ജി സാറിൻ്റെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജഡ്ജി സാറ് പറയും, ഇനി ശ്രീകാന്തിൻ്റെ ക്രൂരകൃത്യങ്ങളൊന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവൻ ഇനിയും ഓരോ അപകടങ്ങൾ ചെന്ന് ചാടത്തേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വേദയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അവൻ കൈക്കലാക്കിയിട്ടുണ്ട്. ദർശനെ കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. സ്വന്തം അവൻ്റെ അച്ഛനെ ഇവൻ തന്നെ കൊന്നതിന് ശേഷം ഇവൻ ആ കുറ്റം വിക്രത്തിൻ്റെ പേരിൽ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാബുവിനെ കാണണമെന്ന് പറയും. അങ്ങനെ സാബുവിനെ കാണാൻ സാബു സാറിനെ അന്ന് വിക്രം ഇടിച്ച് പഞ്ചറാക്കി വെച്ച് അയാൾക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ഉടനെ ജോസഫിൻ്റെ പറയും, ജോസഫേ അവനെ എൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഗോഡൗണിലോട്ട് കൊണ്ടുവരാൻ പറയും. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫും വേറെ 2-3 പേരും കൂടി ചേർന്ന് സാബുവിനെ അവിടെ എത്തിക്കുകയാണ്. അവിടെ എത്തിക്കുന്ന സമയത്ത് അങ്ങോട്ട് ശ്രീനിവാസൻ തരികയാണ്. അച്ഛക്ക് സാറേ എന്നെ ഇനി ഒന്നും ചെയ്യരുത്, വിക്രം ഇടിച്ച് ഇപ്പോൾ തന്നെ എന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് ഇനി എൻ്റെ ജീവനും കൂടി പോയാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ശരി, എനിക്ക് നിൻ്റെ ജീവൻ്റെ ആവശ്യമില്ല, ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾക്ക് നീ ശരിയായ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ നിന്നെ തിരിച്ചയക്കാമെന്ന് പറയും. സാറേ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങളടുത്ത് പറയാമെന്ന് പറയും. പുളിക്കൻ്റെ മരണത്തിന് ആരാ കാരണമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ മിണ്ടത്തില്ല. സത്യം പറയടാ, പുളിക്കനെ ആരാ കൊന്നതെന്ന് ചോദിക്കും. ഉടനെ പറയും, പുളിക്കനെ കൊന്നത് ശ്രീകാന്താന്ന് പറയും. ശ്രീകാന്ത്. അപ്പോൾ വരുണിൻ്റെ കൊലപാതകത്തിന് ആരാ കാരണം? ചോദിക്കും. വരുണിനെ കൊന്നത് ഞാനാന്ന് പറയും. നീയോ? എന്തിനു വേണ്ടി? അത് ശ്രീകാന്ത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ശ്രീകാന്ത് പറഞ്ഞതിന് ശേഷം? അതെ സാറേ, ഞാൻ ശ്രീകാന്തിന് വേണ്ടിയാണ് ഈ ക്രൂരതകളെല്ലാം ചെയ്തത്. വരുണിനെ അവൻ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. അത് വരുണിനും ദീപ്തിയായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് വരുണിനെ കൊല്ലാൻ അവൻ തീരുമാനിച്ചത്. പക്ഷേ ആ കുറ്റം വിക്രത്തിൻ്റെ പേരിലിടാമെന്നും വിക്രത്തിൻ്റെ അതിൻ്റെ പേരിൽ ജയിലിലാക്കാമെന്നൊക്കെ അവൻ മോഹിച്ചു. അതിനുവേണ്ടിയാണ് അവൻ വരുണിനെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചത്. ഞാനാണ് അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യരുത് സാറേ. ഈ കാര്യം ഒരു കാരണവശാലും മറ്റാരും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജീവനോടെ വെച്ചേക്കത്തില്ല. വരുണിൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള കാര്യം വ്യക്തമായിട്ടറിയാം. ഈ കാര്യം അയാൾ ഒരിക്കലും അറിയരുത്. അയാൾ അറിഞ്ഞാൽ എന്നെ ജീവനോടെ വെച്ചേക്കത്തില്ലെന്നൊക്കെ പറയും. ശരി, നിന്നിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോഡൗണിൽ തന്നെ അങ്ങ് സാബുവിനെ പിടിച്ച് പൂട്ടിയിടുവാൻ. അങ്ങനെ വരുണിൻ്റെ കൊലപാതകത്തിന് കാരണം സാബു ആണെന്നുള്ള കാര്യവും പുളിക്കനെയും അനിയൻകുട്ടനെയും കൊന്നത് ശ്രീകാന്താണെന്നുള്ള കാര്യം ജഡ്ജി സാറിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ജഡ്ജി സാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണ് കേസിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി. അങ്ങനെ ശ്രീകാന്തിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് കൈമാറുകയാണ്. അതിനുശേഷം തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത ശേഷം ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ തന്നെ ശ്രീകാന്ത് എല്ലാ കുറ്റവും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനെ ജയിലടയ്ക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ വേദ ആന്ധ്രാപ്രദേശിൽ നിൽക്കുന്നത്. വേദയുടെ ഒരു കൂട്ടുകാരുടെ സഹായത്തോടു കൂടി വേദ അവിടെ തുടർപഠനം നടത്തുന്നുണ്ട്, സിവിൽ സർവീസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പോലും വേദ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നുണ്ട്, ഒരു അപകടവും വരാതെ. ഇതെൻ്റെ വിക്രത്തിൻ്റെ ചോരയാണ്, ഒരു അപകടവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ വിക്രത്തിൻ്റെ കയ്യിൽ എനിക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നല്ല ഒരു മിടുക്കിയായ ഒരു പെൺകുഞ്ഞിന് വേദ ജന്മം നൽകുന്നുണ്ട്. അതിനുശേഷം വേദ കേരളത്തിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് വിക്രത്തിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ വിക്രം കേസിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ജഡ്ജി സാറും ശ്രീനിവാസൻ സാറൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ വേദയ്ക്ക് കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ആവുകയാണ് സബ് കളക്ടറായിട്ട്. അങ്ങനെ വേദയും കൂടി നാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രത്തിന് അനുകൂലമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. വേദയുടെ സ്വാധീനം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വേദയും ജഡ്ജി സാറും ശ്രീനിവാസ സാറും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വിക്രത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇത്രയും നാളും എല്ലാ തെറ്റിനും കൂട്ടുനിന്ന് സാബുവിനെയും എല്ലാ ക്രൂരകൃത്യങ്ങളും ചെയ്ത ശ്രീകാന്തും ജയിലിലാവുകയാണ്. ദർശന് പോലും അവരെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അവസാനം ദർശന് തെറ്റുകളെല്ലാം മനസ്സിലാവുന്നുണ്ട്. തൻ്റെ അച്ഛനെ കൊന്നത് ശ്രീകാന്താണെന്നും തന്നെ ഇത്രയും നാളും തെറ്റിദ്ധരിപ്പിച്ചിരുന്നതാണെന്നുള്ള കാര്യമെല്ലാം ദർശനെ വേദ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്ന ദർശൻ വിക്രത്തോടും വേദയോടും മാപ്പ് പറയുകയാണ്. അതിനുശേഷം കോടതിയിലോട്ട് വേദയും വരുന്നുണ്ട്. അതിനുശേഷം കേസിൽ നിന്ന് കുറ്റവിമുക്തനായി വിക്രം പുറത്തേക്ക് വരികയാണ്. ശ്രീകാന്ത് ജീവപര്യന്തം തടവിൽ ശ്രീകാന്ത് നല്ല രീതിയിൽ ശിക്ഷ അനുഭവിക്കുന്നുമുണ്ട്. എല്ലാ തെളിവുകളും ശ്രീകാന്തിന് എതിരെയാണ്. അങ്ങനെ വിക്രവും വേദയും ഒന്നാവുകയാണ്. വിക്രവും വേദത്തിൻ്റെയും കുഞ്ഞിൻ്റെയും ഒരു പുതിയ
ജീവിതമാണ് നമ്മൾ സീസൺ 2 കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.